നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കൊച്ചുകുട്ടിയാണ്. ഞാൻ ചിത്രയും പരീക്ഷണം വേണോ? ഉണ്ടായില്ലേ അവിടെ? അപ്പൊ അങ്ങനെ ആയോ? എന്തോന്നാ മമ്മി ഇത്? ഇവിടെ ഇത്ര നേരിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പിള്ളേരായിക്കാൻ ഇത്ര വാശി പാടില്ലല്ലോ. ഒരു വക കഴിക്കത്തൂല. എന്നിട്ട് ചേച്ചി തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇവളെ കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവാം അമ്മൂമ്മ. പൈസയുടെ കാര്യമല്ലേ, അത് ഞാനും അമ്മായിയും കൂടെ ഷെയർ ഇട്ടങ്ങ് സെറ്റ് ചെയ്യാം. പിന്നെ ഇവളുടെ കാര്യം ആയതുകൊണ്ടേ സിദ്ധു കുറച്ച് പൈസയും കൂടെ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി. ഞാൻ വന്നേനെ. ഇവൾ ഇത്രയും വാശി കാണിച്ച സ്ഥിതിക്ക് ഇനി എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല. அம்மா நீங்க என்ன சொல்றீங்க? நீங்க இல்லாம நாங்க எல்லாம் எப்படி டூர் போவோம்? ഞാനില്ലാതെ ഒന്ന് പോയി നോക്കട്ടെ. ഈ ഭവാനി ആരാന്നേ എല്ലാരും അറിയും. ചിപ്സ് എങ്ങനെയുണ്ടടാ? നല്ല ചിപ്സ് ആണല്ലേ? கேசு இது அண்ணனோட கடையில இருந்து வாங்கின சிப்ஸ் தானே? അതെ, ഏതോ അണ്ണന്റെ കടയിൽ നിന്ന് മേടിച്ചേ. ആരുടെ കടയിൽ നിന്ന് മേടിച്ചാൽ എന്താ ആന്റി? ആന്റിക്ക് വേണമെങ്കിൽ തിന്നാ. ഞാൻ കഴി ആന്റി കഴിക്ക്. பாரு உனக்கு சிப்ஸ் வேணுமா? ഏയ് അവൾക്ക് ചിപ്സ് ഉണ്ട്, അവള് കഴിക്കൂലല്ലോ. ചിപ്സ് ഇഷ്ടമല്ലല്ലോ. അല്ല ഇഷ്ടമാണ്, പക്ഷെ അവളിപ്പോ കഴിക്കൂല. അവൾക്ക് ദേഷ്യം വരും ഇങ്ങനെയൊക്കെ ചോദിച്ചാ. കൊച്ചേ, നീ വിചാരിക്കുന്നത് ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല. മര്യാദക്ക് പോയി ചോറെടുത്ത് കഴിക്ക്. ചിപ്സ് കഴിക്കാത്ത കൊച്ചെങ്ങനെ മുമ്പ് ചോറ് കഴിക്കുക? അമ്മ ചുമക്ക തമാശ പറയല്ലേ? മക്കളെ പോയി ചോറെടുത്ത് കഴിക്ക്. കനകം പോയി ചോറെടുത്ത് കൊടുക്ക്. பாரு வாமா, சோறு தரேன் வா. നീ എന്തിനാ എന്നെ നോക്കണേ? നീ വേണേ ചോറ് പോയി കഴി. എനിക്ക് ടൂറിന് പോണം. നോക്ക് അത്രയ്ക്ക് വാശിയാ? ആ വാശിയാന്നല്ലോ. അമ്മൂമ്മ ഇതവിടെ പോയതോ? ഈ ടൂറിന് പോകാനുള്ള കാശെടുക്കാൻ പോയതായിരിക്കില്ലേ? பாரு செல்லம் இல்ல, சாப்பிட வாமா. എന്തോന്ന് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന? കുഞ്ഞിനിപ്പോ ചോറ് വേണ്ട. വേണ്ട. ശരിക്കും വേണ്ട. വാ തുറന്ന് പറ. വേണ്ട. എല്ലാരും അങ്ങോട്ട് മാറി നിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിക്ക്. പിന്നെ ദേഹത്ത് പടി കൊണ്ടെന്ന് പറയരുത്. ഇവിടെ വാ. നിനക്ക് ചോറ് വേണ്ടായോ? വേണോട്ടാ. നിനക്ക് വേണമെങ്കിൽ വേണമെന്ന് പറയടി. നീ എന്തിനാ എന്നോട് ചോദിക്കണേ? വേണം. നിനക്ക് ടൂർ പോണോ ഇനി? പോണോട്ടാ. നീ എന്തിനാ എന്നോട് ചോദിക്കണേ? നിന്നോടല്ലേ മുമ്പ് ചോദിച്ചേ? പോണോ ടൂറ്? വേണ്ട. ചോറ് കഴിക്കാവോ? കഴിക്കാം. ഇതിന്റെയൊക്കെ പിന്നെ പ്രവർത്തിച്ച് ആരാന്നൊന്ന് പറയാവോ? ശിവാൻ ചേച്ചി ഒന്നങ്ങോട്ട് നീങ്ങിക്കോ. ഈ 3 വരെ മക്കളിങ്ങോട്ട് മാറിയേ. എനിക്ക് അപ്പോഴേ സംശയം. നിന്റെ ചേട്ടനും ചേച്ചിമാരും പറയുന്ന ഐഡിയയും കേട്ടോണ്ടിരുന്നാലേ ഇതുപോലെ പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി.